ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. പുറത്ത് പാലും വന്നിരിപ്പുണ്ട്. മഴയൊക്കെ ആയത് കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരു മടി. അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പം പോയി എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ രാവിലെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അഭിമോള് വേദപാഠത്തിന് ഇരുന്നു. പള്ളി പോയിട്ട് വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേച്ചി നമുക്ക് കുറച്ച് കറിവേപ്പില ഓടിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിനകത്താക്കി ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇത് ബീഫ് വാങ്ങിച്ചതാണെങ്കിൽ ഞാൻ കുക്കറിൽ വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഇറച്ചി കഴുകാനിട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് ചട്ടിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുപ്പ് കൊള്ളവർക്ക് ചട്ടിയിലിട്ട് വേവിച്ചെടുത്താൽ മതി. പക്ഷെ നമുക്ക് ഗ്യാസിൽ മുതലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 വിസിലെങ്കിലും എനിക്ക് ഇതിനകത്ത് വേണം കേട്ടോ, എങ്കിലും എനിക്ക് ഇറച്ചി വെന്ത് കിട്ടുവോളെ. അങ്ങനത്തെ കുക്കറിൽ അത് അവിടെ നിന്നുകൊണ്ട് വിസിലടിച്ച് 8 അടുപ്പിച്ച് ഞാൻ. പിന്നെ ഇതേ സവാളയാണ് എളുപ്പത്തിൽ തന്നെ കരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അല്ലാണ്ട് അരിയാനുള്ള മടി കൊണ്ട് ഞാൻ ഈ ചോപ്പറിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ സവാള അരിഞ്ഞ് എടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മോര് കാച്ചാനും ഉണ്ട്. മോര് കാച്ചാനും ഇറച്ചിക്കും കൂടെ വേണ്ടിയാണ് ഒന്നിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചായിരുന്നു. അപ്പം അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതെടുത്തൊന്ന് വാർത്ത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് പിന്നെ ഇത് ചട്ടിയിലേക്ക് ഇറച്ചി കറിവയ്ക്കാൻ വേണ്ടി കടു വറക്കുവാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോഴേക്കും എന്ത് കുക്കറിനകത്ത് എയറൊക്കെ പോയി. അപ്പോൾ ഇറച്ചിക്കകത്തുനിന്ന് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യൊക്കെ ഞാൻ എനിക്ക് പറിച്ച് മാറ്റിയേ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ മമ്മി ഇതുപോലെ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ആ നെയ്യ് പ്രത്യേകം എടുത്ത് ആ നെയ്യ് ഇങ്ങനെ ഉരുക്കി വറുത്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ നിന്ന് കുറേ നെയ്യൊക്കെ പറക്കി മാറ്റി. എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരിടത്ത് മോര് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ഇവിടെ ഇറച്ചി വാങ്ങുന്ന ദിവസങ്ങളിലെല്ലാം മോരുണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ ഇറച്ചിയുടെ മോര് ഒഴിച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചാറ് കറി ആവുമല്ലോ. അപ്പോൾ ഇറച്ചി പുരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ തീ കുറച്ചാണ് ഇട്ടേക്കണതെങ്കിൽ പോലും സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തീ കയറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ തൈര് അടിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും തീയിലേക്ക് വെച്ചു. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നടന്നു വന്നപ്പം അത് തീന്ന് മാറ്റി ഓഫാക്കിയതിന് ശേഷം പാത്രം അതിൽ മാറ്റി വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി ഉപ്പും ഇട്ട് ഇളക്കി മൂടി വെക്കേണ്ടത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയുടെ സവാള വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ബാക്കി പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇറച്ചിയുടെ വെള്ളം ഒഴിക്കണം. അങ്ങനത്തെ ഉച്ചക്കത്തെ ചോറൂണ് കഴിഞ്ഞിട്ട് അഭിമോള് പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ കഥാരചന മത്സരമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ കഥാരചന മത്സരത്തിന് ചേരുന്നത് കേട്ടോ. അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് പടം വരയ്ക്കും, കളർ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അവൾക്ക് ഞാൻ കഥ എഴുതാനും അറിയില്ല. എന്നാലും യൂണിറ്റ് വൈസിൽ നിന്ന് അവളോട് ചേരാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൾ സ്വയം സമ്മതിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് വെച്ചിട്ടാണ് അവൾ എഴുതാൻ പോയേക്കുന്നത് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും ഒന്നും കിട്ടിയില്ലെങ്കിലും മടിച്ച് പുറകോട്ട് നിൽക്കാതെ ഞാൻ എഴുതിക്കോളാം എന്ന് വാക്ക് കൊടുത്ത് അവളത് എഴുതാൻ വേണ്ടി ഒരു മനസ്സ് കാണിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.